നമസ്കാരം. ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഡിവൈഎഫ്ഐ നേതാവ് ഷിജുഖാൻ പങ്കെടുക്കുന്നതിലെ പ്രതിഷേധത്തെ തുടർന്ന് തൃശൂരിൽ നടക്കുന്ന അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിലെ സെഷൻ തന്നെ റദ്ദാക്കി. പ്രതിഷേധമുയർന്നത് ശിശുക്ഷേമ സമിതിയുടെ ചുമതലയിലിരിക്കെ അനുപമ വിഷയത്തിൽ ഷിജുഖാൻ സ്വീകരിച്ച നിലപാടുകൾക്കെതിരെ. ഷിജുഖാൻ പങ്കെടുക്കുന്ന സെഷൻ റദ്ദാക്കിയെങ്കിലും സാഹിത്യോത്സവത്തിന് ഡിവൈഎഫ്ഐ നേതാവ് എത്തിയേക്കുമെന്ന് അടുത്ത വൃത്തങ്ങൾ. വാടാനാംകുറിശി ROB നിർമ്മാണം രണ്ടാമത്തെ സർവീസ് റോഡും ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. പ്രദേശത്തെ യാത്രാക്ലേശത്തിന് താൽക്കാലിക പരിഹാരം. ഭാരം കൂടിയ വാഹനങ്ങൾ സർവീസ് റോഡിലൂടെ കടത്തിവിടരുതെന്നും ഇത്തരം വാഹനങ്ങൾ തടയുമെന്നും നാട്ടുകാർ. RSS അജണ്ടകൾക്കെതിരായ പ്രതിരോധ പാഠമാകണം അടിയന്തരാവസ്ഥ ഓർമ്മകളെന്ന് കോഴിക്കോട് കേളുയേട്ടൻ പഠന കേന്ദ്രം ഡയറക്ടർ KT കുഞ്ഞിക്കണ്ണൻ. ഒറ്റപ്പാലത്ത് പൂക്കാസ സെമിനാർ അടിയന്തരാവസ്ഥ ഓർമ്മയും പ്രതിരോധവും എന്ന വിഷയത്തിൽ. വടക്കാഞ്ചേരിയിൽ വൈദ്യുതി പോസ്റ്റ് മാറ്റുന്നതിനിടെ ഷോക്കേറ്റ KSEB കരാർ തൊഴിലാളിയുടെ നില ഗുരുതരം. പാലക്കാട് സ്വദേശിയായ തൊഴിലാളിയെ ഓട്ടുപാറ ആശുപത്രിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കോട്ടായി കരിയങ്കോട് കർഷകൻ കൃഷിയിടത്തിൽ മരിച്ച നിലയിൽ. വൈദ്യുതി മേഖലയിൽ അപകടങ്ങളും മരണങ്ങളും പെരുകുന്നതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് ഓൾ കേരള ലൈസൻസ്ഡ് വയർമെൻ സൂപ്പർവൈസേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വാർഷിക പൊതുയോഗം ചേർന്നത് ഒറ്റപ്പാലത്ത്. വാർത്തകൾ വിശദമായി. ഡിവൈഎഫ്ഐ നേതാവ് ഷിജുഖാൻ പങ്കെടുക്കുന്നതിലെ പ്രതിഷേധത്തെ തുടർന്ന് തൃശൂരിൽ നടക്കുന്ന അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിലെ സെഷൻ തന്നെ റദ്ദാക്കി. ശിശുക്ഷേമ സമിതിയുടെ ചുമതലയിലിരിക്കെ അനുപമ വിഷയത്തിൽ സ്വീകരിച്ച വിവാദ നിലപാടുകളിലാണ് പ്രതിഷേധം. കുട്ടികളും പൗരരാണ് എന്ന വിഷയത്തിലുള്ള ചർച്ചയിൽ അധ്യക്ഷനായിരുന്നു ഷിജുഖാൻ. കുട്ടികളുടെ വിഷയം ചർച്ച ചെയ്യുന്ന വേദിയിൽ ഷിജുഖാനൊപ്പം വേദി പങ്കിടാൻ ആവില്ലെന്നറിയിച്ച് സഹപാനലിസ്റ്റായ അഡ്വക്കേറ്റ് കുക്കു ദേവകി പിന്മാറിയതിന് പിന്നാലെ സാംസ്കാരിക മേഖലയിൽ നിന്ന് തന്നെ വലിയ പ്രതിഷേധമാണ് ഷിജുഖാനെതിരെ ഉയർന്നത്. ഷിജുഖാനെ സ്വമേധയാ പരിപാടിയിൽ നിന്ന് പിൻവലിപ്പിക്കാൻ സാഹിത്യ അക്കാദമി ശ്രമം നടത്തിയെങ്കിലും തയ്യാറായില്ല. ഡിവൈഎഫ്ഐ CPM നേതൃത്വത്തിന്റെ ഇടപെടലും വിഫലമായി. പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ഷിജുഖാൻ പ്രഖ്യാപിക്കുകയും ഡിവൈഎഫ്ഐ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ സാഹിത്യ അക്കാദമിയുടെ ചുമതല വഹിക്കുന്ന കവി K സച്ചിദാനന്ദൻ കടുത്ത നിലപാടെടുത്തു. ഒടുവിൽ സെഷൻ തന്നെ ഒഴിവാക്കി വിഷയത്തിന് പരിഹാരം കാണുകയായിരുന്നു അക്കാദമി. നമ്മളത് ഫോമലായിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷെ ആ സെഷൻ ഉണ്ടാവില്ല എന്നാണ്. എന്തായിരുന്നു മാഷ് അങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോകാൻ കാരണം? അത് ഞാനെടുത്തൊരു തീരുമാനമല്ല, ഞങ്ങൾക്കൊരു പ്രോഗ്രാം കമ്മിറ്റി ഉണ്ട്. അക്കാദമി അങ്ങനെ ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്തുക അല്ലെങ്കിൽ അറിയിക്കുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഈ പ്രശ്നം അദ്ദേഹമായിട്ട് ഡിസ്കസ് ചെയ്തത്, ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ട്. എനിക്കതിനെപ്പറ്റി അറിയില്ലായിരുന്നു, ഞാൻ ഡൽഹിയിലൊക്കെ ആയിരുന്നു, ഞാൻ ആദ്യമായിട്ടാണ് അറിയണത്. അപ്പോൾ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ട്, അത് വരാതിരിക്കുകയല്ലേ നല്ലതെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഞങ്ങളെപ്പോഴും ഏതായാലും പിന്നീടുള്ള ഞങ്ങളുടെ കൂടി മിക്കവാറും ആ സെഷൻ ഇല്ലാതിരിക്കുകയായിരിക്കും നല്ലത്. അങ്ങനെ വേറെ 2 സെഷൻസ് അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്. അപ്പോൾ ആ സെഷൻസ് കമ്പൈൻ ചെയ്യാമെന്ന്. ഇല്ല, ഞാൻ അറിയിച്ചിട്ടില്ല. ഇവിടുന്ന് ഓഫീസിൽ നിന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ഇന്നലെ ഇത്തരം ചർച്ചകളൊക്കെ പോകുന്ന സമയത്ത് ഇന്നലെ ഡിവൈഎഫ്ഐ അടക്കം ഷിജുഖാനെ പിന്തുണച്ചുകൊണ്ട് പരസ്യമായിട്ട് രംഗത്തെത്തുകയൊക്കെ ചെയ്തിരുന്നു. ഇത് ഇങ്ങനെ ഒരു നീക്കം പാടില്ല. എനിക്കും കുറേ മെസ്സേജസ് ഒക്കെ വന്നിരുന്നു. അപ്പോൾ അതിപ്പോൾ ഇവിടെ ഒരുപാട് പൊളിറ്റിക്കൽ പാർട്ടികളും പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസും ഉണ്ട്. എനിക്കും അത് വാസ്തവത്തിൽ ഇതൊരു പഴയ ഇഷ്യൂ ആണല്ലോ എന്നുള്ള പേഴ്സണലി എൻ്റെ ഫീലിംഗ് അതാണ്. എത്ര കാലം നമ്മൾ ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം ഒക്കെ എനിക്ക് പേഴ്സണലി ഉണ്ട്. പക്ഷേ പൊതുവെയുള്ള ഒരു അഭിപ്രായം ഇവിടെ ഒരു ബഹളം ഉണ്ടാവാതിരിക്കാൻ അങ്ങനൊരു സെഷൻ ഒഴിവാക്കാൻ നല്ലതെന്നല്ല. അതേസമയം സാഹിത്യോത്സവ വേദിയിലേക്ക് എത്തുമെന്ന നിലപാടിലാണ് ഷിജുഖാൻ എന്നാണ് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ദിവസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ നിർമ്മാണം പൂർത്തീകരിച്ച വാടാനാംകുറിശ്ശിയിലെ രണ്ടാമത്തെ സർവീസ് പാതയും ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. ഇതോടെ വാഹനങ്ങൾ കടത്തിവിടുന്നതിന് വൺവേ സംവിധാനമായി. അതേസമയം ഭാരം കൂടിയ വാഹനങ്ങളെ കടത്തിവിട്ടാൽ തടയുമെന്ന് പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകി. വാടാനാംകുറിശ്ശി പ്രദേശം ഗതാഗതക്കുരുക്കിലമർന്ന് പല ദിവസങ്ങളായിരുന്നു കടന്നുപോയത്. ഇതിനെല്ലാം പരിഹാരമായിരിക്കുകയാണ് ഇപ്പോൾ. ദിവസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ വാടാനാംകുറിശ്ശി റെയിൽവേ മേൽപ്പാലം 2ാം സർവീസ് പാതയാണ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത്. കട്ടവിരിക്കലും വശം കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവൃത്തികളും പൂർത്തിയായതോടെയാണ് ഇത്. ഇതോടെ പ്രദേശത്ത് വാഹനങ്ങൾ കടന്നുപോകുന്നതിനായി വൺവേ സംവിധാനമായി.
രാവിലെ ഷൊർണൂർ പോലീസും നിർമ്മാണ ചുമതലയുള്ള കമ്പനി അധികൃതരും സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ഇതിനുശേഷം മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് പാത ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത്. ദിവസങ്ങൾക്ക് മുൻപ് മറുവശത്തെ സർവീസ് പാത കട്ടവിരിക്കൽ പ്രവൃത്തികൾ പൂർത്തിയാക്കിയിരുന്നു. ഇതിലൂടെ വലിയ വാഹനങ്ങൾ ഒഴികെ 2 ദിശയിൽ നിന്നും ചെറുവാഹനങ്ങൾ കടന്നുപോയിരുന്നു. ഇത് പലപ്പോഴും ഗതാഗതക്കുരുക്കിനും ഇടവരുത്തിയിരുന്നു. രണ്ടാമത്തെ സർവീസ് പാത കൂടി തുറന്നുകൊടുത്തതോടെ നിലവിലെ ഗതാഗതക്കുരുക്ക് പ്രശ്നത്തിനും പരിഹാരമായി. ടോറസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങളും ബസ് സർവീസും സർവീസ് പാതയിലൂടെ കടന്നുപോകാൻ അനുവദിക്കില്ലെന്ന് അധികൃതർ അറിയിച്ചു. അതേസമയം എന്തെങ്കിലും കാരണവശാൽ വലിയ വാഹനങ്ങൾ കടന്നുപോവുകയാണെങ്കിൽ അത് അനുവദിക്കുകയില്ലെന്നും പൊതുജനത്തെ അണിനിരത്തി തടയുമെന്നും പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകി. ഇതിൻ്റെ സർവീസ് റോഡ് ഇവിടെ നിർമ്മാണം ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇന്ന് രാവിലെ വന്ന് പരിശോധിക്കുകയും അതിൽ ചെറിയ വാഹനങ്ങൾ മാത്രമേ ഇത് കൂടെ വിടുന്നുള്ളൂ എന്നുള്ളതും ഈ ഒരു കാര്യം അവർ ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും വലിയ വാഹനങ്ങൾ ഇതിൽ ഓടാൻ വേണ്ടി പാടുന്നില്ല. അങ്ങനെ ആ രീതിയിൽ ഓടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ ഞങ്ങൾ അതിന് ശക്തമായിട്ട് എതിർപ്പുണ്ടാവും. അതിന് ശക്തമായിട്ട് ഞങ്ങൾ പ്രക്ഷോഭം സംഘടിപ്പിക്കും. വലിയ വാഹനങ്ങൾ ഓടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കട്ട വിരിച്ചതിൻ്റെ മേലെ വലിയ വാഹനങ്ങൾ ഓടിക്കഴിഞ്ഞാൽ ഈ റോഡ് 10 ദിവസത്തിന് കൂടുതൽ നിൽക്കില്ല. 10 ദിവസം കൂടി നിലനിൽക്കില്ല. ഞങ്ങൾ വന്ന് പരിശോധിച്ചപ്പോൾ അതാണ് ഇതിൻ്റെ അവസ്ഥ. ഇവിടുത്തെ കോൺക്രീറ്റ് ഒന്നും വളരെ ഇന്നലെ രാത്രി ആരൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് MLAക്കോ MP ആരൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് എന്തൊക്കെ രീതിയിൽ ചെയ്തതാണ്. അതിവിടെ വന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ അവസ്ഥ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. RSS അജണ്ടകൾക്കെതിരെയുള്ള പ്രതിരോധ പാഠമാകണം അടിയന്തരാവസ്ഥ ഓർമ്മകളെന്ന് കോഴിക്കോട് കേളുയേട്ടൻ പഠനകേന്ദ്രം ഡയറക്ടർ KT കുഞ്ഞിക്കണ്ണൻ. പുരോഗമന കലാസാഹിത്യ സംഘം ഒറ്റപ്പാലം മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥ ഓർമ്മയും പ്രതിരോധവും സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു KT കുഞ്ഞിക്കണ്ണൻ. ഇന്ത്യയെ ബ്രാഹ്മണാധിപത്യ രാഷ്ട്രമാക്കി മാറ്റാനുള്ള RSS അജണ്ടകൾക്കെതിരെയുള്ള പ്രതിരോധ പാഠമാകണം അടിയന്തരാവസ്ഥ സ്മൃതികളെന്ന് KT കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു. ഇതെല്ലാം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അടിയന്തരാവസ്ഥയുടെ അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിൻ ഷാ തന്റെ റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. നമ്മളെല്ലാം ഇത് അറിഞ്ഞ് ഞെട്ടിപ്പോയിട്ടുണ്ട്. ഈ കേരളത്തിലേക്ക് വന്നാലെന്താണ് കക്കയം, മാലുക്കുണ്ട്, ശസ്തമംഗലം തുടങ്ങിയിട്ടുള്ള സ്ഥലനാമങ്ങൾ നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിലാക്കുന്നതിന്റെ പേരിലാണ്. ശാസ്താമംഗലത്തെ അല്ല, ആ ശാസ്ത്രമംഗലം കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്കാണ്. വാക്കരവിജയൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ജയറാം പണിക്കറിന്റെയും മുരളീകൃഷ്ണദാസിന്റെയും നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഉരുട്ടിക്കൊന്നത്. കക്കയത്തെ KCBയുടെ ഇൻസ്പെക്ഷൻ തന്നാല് അത് കോൺസെൻട്രേഷൻ ക്യാമ്പാണ്. ആ കോൺസെൻട്രേഷൻ ക്യാമ്പിലാണ് REC വിദ്യാർത്ഥിയായിരുന്ന സഖാവിരാജൻ വീരാജന് കാര്യമായ രാഷ്ട്രീയമുണ്ടോ? ഒരു കലാ പ്രവർത്തകരായിരുന്നു, നാടക തിയേറ്ററായിരുന്നു. പൂക്കാസ മേഖലാ പ്രസിഡന്റ് U ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. അടിയന്തരാവസ്ഥ തടവറയോർമ്മകൾ എന്ന വിഷയം പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ CP ചിത്രഭാനു അവതരിപ്പിച്ചു. അടിയന്തരാവസ്ഥ കാലത്തെ പാർട്ടി പ്രവർത്തനം എന്ന വിഷയത്തിൽ പൂക്കാസ സംസ്ഥാന കമ്മിറ്റി അംഗം E രാമചന്ദ്രൻ സംസാരിച്ചു. അടിയന്തരാവസ്ഥ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ KT കുഞ്ഞിക്കണ്ണൻ, ഡോക്ടർ CP ചിത്രഭാനു, E രാമചന്ദ്രൻ എന്നിവരെ ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവി ആദരിച്ചു. രാജീവ് പിള്ളത്ത്, ജയകൃഷ്ണൻ വല്ലപ്പുഴ, MP സുബിത, നന്ദിനി മോഹൻ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. MD ദാസൻ, MP സബിത തുടങ്ങിയവർ അടിയന്തരാവസ്ഥ വിരുദ്ധ കവിതകൾ ആലപിച്ചു. മേഖലാ സെക്രട്ടറി DB രഘുനാഥ് സ്വാഗതവും സംഘാടക സമിതി ചെയർമാൻ IM സതീശൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വടക്കാഞ്ചേരിയിൽ വൈദ്യുതി പോസ്റ്റ് മാറ്റുന്നതിനിടെ KSEB കരാർ ജീവനക്കാരന് ഷോക്കേറ്റു. ഷോക്കേറ്റ ജീവനക്കാരന്റെ നില ഗുരുതരമാണ്. ഓട്ടുപാറയിൽ കനാൽ നിർമ്മാണത്തിന് തടസ്സമായി നിന്നിരുന്ന വൈദ്യുതി പോസ്റ്റ് മാറ്റുന്നതിനിടെ ഇലക്ട്രിസിറ്റി കോൺട്രാക്ട് ജീവനക്കാരനാണ് ഷോക്കേറ്റത്. കൊടുമ്പ് സ്വദേശി 39 വയസ്സുള്ള പ്രസാദ് എന്നയാൾക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഉടൻ തന്നെ ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച പ്രസാദിൻ്റെ നില ഗുരുതരമായതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അപകടം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
കോട്ടായി കരിയങ്കോട്ടിൽ കർഷകനെ കൃഷിയിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടായി കരിയങ്കോട് ചെമ്പരത്തിയാമ്പറമ്പ് വീട്ടിൽ 57 വയസ്സുള്ള ഷാഹുൽ ഹമീദിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിങ്കളാഴ്ച രാത്രിയാണ് മരിച്ച നിലയിൽ കണ്ടത്. രാത്രി ഏറെയായിട്ടും തിരിച്ചുവരാത്തതിനെ തുടർന്ന് അന്വേഷിച്ചിറങ്ങിയപ്പോഴാണ് കൃഷിയിടത്തിലെ ചാലിൽ മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടത്. ചൊവ്വാഴ്ച മൃതദേഹം ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി. മരണകാരണം വെള്ളത്തിൽ കവിഴ്ന്നു വീണ് ചേറും ചളിയും ശ്വാസകോശത്തിൽ പ്രവേശിച്ചതാണെന്ന് പറഞ്ഞതായി ബന്ധുക്കൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വൈദ്യുതി മേഖലയിൽ അപകട മരണങ്ങൾ വർദ്ധിക്കുന്നതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് ഓൾ കേരള ലൈസൻസ്ഡ് വയർമെൻ സൂപ്പർവൈസേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വാർഷിക പൊതുയോഗം ആവശ്യപ്പെട്ടു. ഒറ്റപ്പാലത്ത് നടന്ന പൊതുയോഗം സംസ്ഥാന പ്രസിഡന്റ് കെ മുഹമ്മദ് റഫീഖ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ വർദ്ധിച്ചുവരുന്ന വൈദ്യുതി അപകടങ്ങൾക്കും മരണങ്ങൾക്കും കാരണം KSEBയുടെയും സർക്കാരിൻ്റെയും കെടുകാര്യസ്ഥതയാണെന്നും ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വൈദ്യുതി വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്നും AKLWA ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ഒരു വർഷമായി KSEB, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, KSERC, തൊഴിൽ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് തുടങ്ങി വിവിധ വകുപ്പുകൾക്ക് നൽകിയ നിവേദനങ്ങളിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. കൊടിയ അവഗണനയിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. നമ്മൾ ഇതുവരെയും നടത്തിയുള്ള പ്രവർത്തനത്തിൽ വലിയ നിരാശയാണ് സത്യത്തിൽ ഇതിന്റെ ഭാരവാഹികളായ എല്ലാവരും അനുഭവിക്കേണ്ടി വരുന്നത്. കാരണം നമ്മൾ നിരവധി വെല്ലുവിളി നേരിട്ടുകൊണ്ടാണ് ഇതിപ്പോ ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധ വകുപ്പുകൾ KSEB ആയാലും വേണ്ടില്ല, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആയാലും വേണ്ട, വകുപ്പ് തലത്തില് വലിയ രീതിയിലുള്ള ഒരു അവഗണനയാണ് നമ്മുടെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് കലാധരൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി സുനിൽകുമാർ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ കൃഷ്ണദാസ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. സംസ്ഥാന ഓർഗനൈസർ അനിൽകുമാർ, ഭാരവാഹികളായ ബാബുരാജ്, ഷിഹാബ് കോടക്കൽ, സിറാജുട്ടി, രഘുനാഥ്, അഷ്റഫ് അമ്പാടി, ദിലീപ് ഇറ്റിക തുടങ്ങിയവർ പ്രസംഗിച്ചു. സംസ്ഥാന സെക്രട്ടറി നാരായണൻകുട്ടി സ്വാഗതവും സെക്രട്ടറി സുധാകരൻ നന്ദിയും പറഞ്ഞു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജഗൻമോഹൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഒറ്റപ്പാലം RS റോഡിലെ പള്ളം നിവാസികളുടെ യാത്രാ ദുരിതം അവസാനിപ്പിക്കാൻ നഗരസഭ സത്വര നടപടി സ്വീകരിക്കണമെന്ന് BJP. പ്രദേശത്ത് റെയിൽവേ മതിൽ നിർമ്മാണം തടയാൻ സമരവുമായി മുന്നിട്ടിറങ്ങിയ CPM പ്രശ്ന പരിഹാരത്തിന് അവർ ഭരണത്തിലുള്ള നഗരസഭ എന്ത് ചെയ്തെന്ന് വ്യക്തമാക്കണമെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ ആവശ്യപ്പെട്ടു. പ്രദേശത്ത് റെയിൽവേ മതിൽ നിർമ്മാണം നടത്തുമെന്നറിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞു. അതിന്റെ പ്രവർത്തനം ആരംഭിക്കുമെന്നറിഞ്ഞ് രാജ്യസഭാ MP രാധാ മോഹൻദാസ് അഗർവാളിനെ സ്ഥലത്ത് എത്തിച്ച് റെയിൽവേ ബോർഡ് ചെയർമാനെ കൊണ്ട് BJP താൽക്കാലികമായി നിർമ്മാണം നിർത്തിവെപ്പിച്ചിരുന്നു. എന്നാൽ പിന്നീട് ശാശ്വത പരിഹാരത്തിനായി ഒറ്റപ്പാലം നഗരസഭ ഒന്നും ചെയ്തില്ലെന്ന് BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ കുറ്റപ്പെടുത്തി. MLAയും MPയും ഈ വിഷയത്തിൽ ഇടപെടണം. ഈ പ്രദേശത്തെ വീടുകളുടെ നികുതി നഗരസഭ കാലങ്ങളായി കൈപ്പറ്റുകയും റവന്യൂ വകുപ്പ് ഭൂനികുതി ഈടാക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സമരവുമായി മുന്നിട്ടിറങ്ങിയ CPM അവരുടെ ഭരണത്തിലുള്ള മുനിസിപ്പാലിറ്റി പ്രദേശവാസികളുടെ യാത്രാപ്രശ്നം പരിഹരിക്കാൻ എന്ത് ചെയ്തു എന്ന് വ്യക്തമാക്കണമെന്നും P. വേണുഗോപാൽ ആവശ്യപ്പെട്ടു. RS റോഡിലുള്ള പള്ളം പ്രദേശത്ത് ഉള്ള 50ഓളം കുടുംബങ്ങൾ അവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അവിടെ റെയിൽവേ പുതുതായിട്ട് എല്ലാ ഭാഗങ്ങളും നടത്തുന്ന മതിൽപ്പണിയുടെ ഭാഗമായിട്ട് ഇവർക്കുള്ള വഴി കൊട്ടിയടക്കപ്പെടുന്നത്. പക്ഷേ ഇതിൽ അടിയന്തരമായി ഇടപെട്ട് അതിന് ശാശ്വത പരിഹാരം കാണേണ്ടത് ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലയിൽ മുനിസിപ്പാലിറ്റിയാണ്. മുനിസിപ്പാലിറ്റി അതിൽ ഇടപെടാതെ പാർട്ടി നേതാക്കന്മാരെ വെച്ചുകൊണ്ട് ഒരു സമരം നടത്തിയാൽ അത് ജനങ്ങളെ കബളിപ്പിക്കാൻ മാത്രമേ ഉതകുള്ളൂ. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. ഇവിടെ മതിൽ പണിയുന്നു എന്നുള്ള വിഷയം ഒരു സുപ്രഭാതത്തിൽ പൊട്ടി വന്നതല്ല. ഒരു വർഷം മുന്നേ ഈ കാര്യത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ റെയിൽവേയുടെ ഭാഗത്തുണ്ടായപ്പോൾ അന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും രാജ്യസഭാ MPയുമായിട്ടുള്ള രാധാ മോഹൻദാസ് അഗർവാള് ഈ സ്ഥലം സന്ദർശിക്കുകയും
ജനങ്ങളുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഡൽഹിയിൽ റെയിൽവേ ബോർഡ് ചെയർമാനെ നേരിട്ട് കണ്ട് നിവേദനം കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി മതിൽ നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെച്ചു. അന്ന് തന്നെ റെയിൽവേ ബോർഡ് വ്യക്തമാക്കിയിരുന്നു ഇത് താൽക്കാലികമായി നിർത്തിവെക്കലാണ്. ഇതിന് പരിഹാരം കാണാൻ മുനിസിപ്പാലിറ്റി അടിയന്തരമായി ഇടപെട്ടാൽ, അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇടപെട്ടാൽ ഇത് പരിഹരിക്കപ്പെടും. എന്ന് പറയുമ്പോൾ അതിൻ്റെ മതിൽ നിർമ്മാണം നിർത്തുമെന്നുള്ളതല്ല. ജനങ്ങൾക്ക് യാത്രാ സൗകര്യം ഒരുക്കാൻ പകരം ഒരു സംവിധാനം ഇവിടുത്തെ മുനിസിപ്പാലിറ്റി അധികൃതരാണ് റെയിൽവേയുമായി സംസാരിച്ച് പരിഹാരം കാണേണ്ടത്. അതിനുള്ള ഫണ്ട് നീക്കിവെക്കാൻ മുനിസിപ്പാലിറ്റി തയ്യാറാവേണ്ടി വരും. റെയിൽവേ മതിൽ കെട്ടുന്ന പ്രദേശങ്ങളിലെ ജനങ്ങളുടെ യാത്രാ സംവിധാനം സുതാര്യമാക്കാൻ അതാത് പ്രദേശങ്ങളിലെ പ്രാദേശിക ഭരണകൂടം മുന്നിട്ടിറങ്ങുകയാണ് വേണ്ടത്. ലക്കിടി പഞ്ചായത്തിലും വാണിയംകുളത്തും സമാനമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതിന് ക്രിയാത്മക പരിഹാരം കാണുന്നതിനു പകരം സമരപ്രഹസനം നടത്തി ജനങ്ങളെ വിഡ്ഢികളാക്കുകയല്ല വേണ്ടതെന്നും പി വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി. ഇത് എത്രയും പെട്ടെന്ന് ചെയ്യുകയാണ് ആ പള്ളം പ്രദേശത്തും അതുപോലുള്ള പ്രദേശത്തുള്ള ജനങ്ങളോട് ഇവർക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. അതിന് പകരം റെയിൽവേയിലേക്ക് മാറ്റി നടത്തിയതുകൊണ്ട് ഇതിനൊരു പരിഹാരമാവില്ല, സമരം ചെയ്തുകൊണ്ട് ഒരു പരിഹാരമാവില്ല. ഇത് റെയിൽവേ ബോർഡിന്റെ തീരുമാനം സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ടുള്ളതാണ്. അപ്പോൾ ആ കാര്യത്തിൽ ഇടപെടാതെ ഞങ്ങൾ അന്ന് രാധാമോഹൻദാസ് അഗർവാൾ പോയി അതിന് ശേഷം ഇതിൽ ഒരു ഇടപെടലും മുനിസിപ്പാലിറ്റി ഭാഗത്ത് ഒരു നീക്കവും നടന്നിട്ടില്ല, MLA ഭാഗത്തുനിന്ന് ഒരു നീക്കവും നടന്നിട്ടില്ല, അതേപോലെ തന്നെ MP ഭാഗത്തുനിന്ന് വേണ്ട ഒരു ഇടപെടലും നടന്നിട്ടില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ അതിന് പാസേജ് ഉണ്ടാകുമായിരുന്നു, അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുമായിരുന്നു, ജനങ്ങളുടെ ആശങ്ക മാറ്റാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് മുനിസിപ്പാലിറ്റിയും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പഞ്ചായത്തുകളൊക്കെ ഇതിനു വേണ്ടിയുള്ള നടപടികൾ എടുക്കണം. അതിന് മുനിസിപ്പാലിറ്റിയിൽ അല്ലെങ്കിൽ പഞ്ചായത്തുകളിൽ ഫണ്ട് കുറവുണ്ടെങ്കിൽ അതിന് വേണ്ടതായുള്ള ഫണ്ട് നീക്കിവെക്കാൻ MLAയും MP യും തയ്യാറാവണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ആധുനിക സാങ്കേതിക വിദ്യ മനുഷ്യ സർഗശേഷിയെ കുറച്ചുകൊണ്ടുവരുന്നുണ്ടെന്ന് പാലക്കാട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പ്രിയ ഉണ്ണികൃഷ്ണൻ. പാലക്കാട് പ്രസ് ക്ലബിന്റെ ഫോട്ടോഗ്രാഫി ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രിയ ഉണ്ണികൃഷ്ണൻ. മനുഷ്യനിർമ്മിതിയോളം ഭാവങ്ങൾ AI-യിൽ കാണാനാവില്ലെന്നും പ്രിയ ഉണ്ണികൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഇത്തരത്തിലുള്ള ലൈവ് പ്ലാറ്റ്ഫോംസ്, അതായത് ഇപ്പോൾ 2-3 കുറച്ച് നാളായിട്ടുള്ള ഒരു ചിന്താഗതിയാണ്. അതായത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന സൃഷ്ടികൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന സൃഷ്ടികൾ അതിൻ്റെ ഐഡൻറ്റിറ്റി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. ഇപ്പോൾ ഇത് AI ചെയ്തതാണോ അല്ലെങ്കിൽ മാൻമെയ്ഡ് ആണോ എന്നുള്ളൊരു ചോദ്യം എപ്പോഴും ഉണ്ട്. അതിപ്പോൾ നമ്മൾ ആർട്ടിസ്റ്റുകൾക്കായെങ്കിലും ഫോട്ടോഗ്രാഫേഴ്സിനാണെങ്കിലും അതൊക്കെ ഒരു ത്രെട്ടനാണ് ഇപ്പോൾ. അപ്പോൾ ആ ഒരു ഭീഷണിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫീൽഡ്, ഈ രംഗത്ത് നിൽക്കുന്നത് എന്നുള്ളത് എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും പല കാര്യങ്ങളും ഇപ്പോൾ ChatGPT ഇപ്പോൾ വന്ന പിന്നെ നമുക്ക് ട്രാൻസ്ലേഷൻസ്, അതുപോലെ എന്ത് ഡീപ്പായിട്ടുള്ള സ്റ്റഡീസും എല്ലാം നമുക്ക് ചെയ്തു തരുന്നുണ്ട്. അപ്പം നമ്മളുടെ ബ്രെയിൻ വർക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണത്. നമ്മുടെ ക്രിയേറ്റിവിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന മീൻസ് ക്രിയേറ്റിവിറ്റി നമ്മുടെ ഉള്ളിലുണ്ട്, പക്ഷെ അത് വേണ്ടാത്തൊരു സമയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ജില്ലയിലെ മുതിർന്ന സ്വതന്ത്ര മാധ്യമ ഫോട്ടോഗ്രാഫർ അയ്യപ്പ കൃഷ്ണൻകുട്ടിയെയും ജില്ലയിലെ മാധ്യമ ഫോട്ടോഗ്രാഫർമാരെയും ചടങ്ങിൽ ആദരിച്ചു. ശ്രീലങ്കയിലെ LTTE കാലം, വീരപ്പൻ വേട്ട, കേരള തമിഴ്നാട് നദീജല തർക്കം ഉൾപ്പെടെയുള്ള ഫോട്ടോ പകർത്തൽ കാലങ്ങളുടെ അനുഭവം കൃഷ്ണൻകുട്ടി പങ്കുവച്ചു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് നോബിൾ ജോസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ശ്രീനേഷ്, സംസ്ഥാന ട്രഷറർ മധുസൂദനൻ കർത്ത, രമേശ് എഴുത്തച്ഛൻ, മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണ്ണൂർ പള്ളിപ്പടി തറ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങാനായത് മുസ്ലിം ലീഗ് നടത്തിയ സമരത്തിന്റെ ഭാഗമാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് VM അൻവർ സാദിഖ് പറഞ്ഞു. മുസ്ലിം ലീഗ് മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പള്ളിപ്പടിയിൽ നടന്ന രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അൻവർ സാദിഖ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ചാടിയിറങ്ങുന്നവർ ആരായാലും റോഡിന്റെ പിതൃത്വം ഒറ്റയ്ക്ക് ഏറ്റെടുക്കേണ്ടതില്ലെന്നും തുടർന്ന് അൻവർ സാദിഖ് പറഞ്ഞു. അതൊന്നും ഇപ്പോഴൊന്നും നടക്കില്ല, അത് ഞങ്ങൾക്കും അറിയാം. പക്ഷെ നിങ്ങൾ എസ്റ്റിമേറ്റ് എടുക്കണം, ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിക്കണം. നിങ്ങൾ എസ്റ്റിമേറ്റ് എടുത്ത് ഇന്റർലോക്ക് ഇടണം അവിടെ. അതുപോലെ തന്നെ ഈ സ്ലാബ് ഇടണമെന്ന് പറയുമ്പോ ഞാൻ പഞ്ചായത്ത് ബോർഡിൽ പറഞ്ഞു,
എയിനോട് പറഞ്ഞു, ഇതിലിങ്ങനെ വെറുതെ സ്ലാബ് ഇട്ട് പോയത് കൊണ്ട് കാര്യമില്ല. പഞ്ചായത്തിലെ 5ാം വാർഡ് മെമ്പർ പൊട്ടനായതുകൊണ്ടല്ല ഇതിന് സ്ലാബിന് എസ്റ്റിമേറ്റ് എടുക്കാതിരുന്നത്. ഈ സ്ലാബിന്റെ എസ്റ്റിമേറ്റ് എടുക്കണമെങ്കിൽ ഈ ചാല് പുനർനിർമ്മിക്കണം. ഇത് ഇടുങ്ങിയ ചെറിയൊരു ചാലാണ്. മണ്ണൂർ കിഴക്കുംപുറം പള്ളിയുടെ പള്ളി കമ്മിറ്റി കാലങ്ങളായി പറയുന്ന ആവശ്യമാണ്. ഈ PWD റോഡിലൂടെയുള്ള ചാലിലെ വെള്ളം ഈ ചാലിലൂടെ പോയി പള്ളിത്തൊടിയിലേക്ക് പോയി കബറിടിയുന്നു എന്നുള്ള പരാതി നിരവധി കാലങ്ങളായി പള്ളി കമ്മിറ്റികളിലും. KM അബ്ദുൽ ഹക്കീം അധ്യക്ഷത വഹിച്ചു. PU റജുല, PU ഹക്കീം, സൈഫുദ്ദീൻ ഷഫീർ, OB ഫാസിൽ, PU നൂരിഷ, മുഷ്ദിഖ് എന്നിവർ പങ്കെടുത്തു. KP മുനീർ സ്വാഗതവും സാദിഖ് അലി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വീട് കത്തിയതോടെ കിടപ്പാടം നഷ്ടപ്പെട്ട് അന്തിയുറങ്ങാൻ ഇടമില്ലാതെ കഴിഞ്ഞ കുടുംബത്തിന് പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖിന്റെ കൈത്താങ്ങിൽ കിടപ്പാടം ഒരുങ്ങുന്നു. മണ്ണൂർ 5ാം വാർഡ് കോഴിച്ചുണ്ട ബാലകൃഷ്ണൻ, സുജാത് എന്ന ദമ്പതിമാർക്കാണ് കിടപ്പാടം ഒരുങ്ങുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വൈദ്യുതി ഷോർട്ട് സർക്യൂട്ട് മൂലം വീട് പൂർണ്ണമായും കത്തിയത്. ഗൃഹോപകരണങ്ങളും പൂർണ്ണമായും കത്തിനശിച്ചു. കൂടാതെ വസ്ത്രങ്ങളും കത്തിനശിച്ചതോടെയാണ് ഉടുതുണിക്ക് മറുതുണി പോലുമില്ലാതെ പ്രയാസത്തിലായത്. സംഭവമറിഞ്ഞ വാർഡംഗം കൂടിയായ അൻവർ സാദിഖ് സ്ഥലത്തെത്തി ഇവരുടെ ദുരിതകഥ കണ്ട് കിടപ്പാടമൊരുക്കാൻ പഞ്ചായത്തംഗം തയ്യാറാവുകയായിരുന്നു. ആ കത്തി നശിച്ചപ്പോൾ ഇവിടെ വന്നപ്പോൾ വളരെയധികം വിഷമം തോന്നുകയും അവർക്ക് താമസിക്കാൻ ഒരു ചെറിയ വീടെങ്കിലും അവർക്കുണ്ടാക്കി കൊടുക്കാം എന്ന്, പുനർനിർമ്മിച്ചു കൊടുക്കാമെന്ന് നമ്മൾ പറഞ്ഞതിൻ്റെ ഫലമായാണ് ഈ വീടിൻ്റെ പുനർനിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടായാലും അവരുടെ കൂടെ ഏത് വിഷമഘട്ടത്തിലും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കർത്തവ്യം. വർഷങ്ങളായി ഇവർ ഷെഡിലായിരുന്നു കഴിഞ്ഞുകൂടിയിരുന്നത്. ലൈഫ് പദ്ധതിയിൽ പേര് വന്നിട്ടുണ്ടെങ്കിലും കാത്തിരിപ്പ് തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. സ്വന്തം കയ്യിൽ നിന്നും തുക ചിലവഴിച്ചാണ് വാർഡംഗം കിടപ്പാടം ഒരുക്കുന്നത്. ഈ ഉപകാരം ഒരിക്കലും മറക്കില്ലെന്നും അദ്ദേഹത്തോടെ ഒരുപാട് നന്ദിയുണ്ടെന്നും ദമ്പതിമാർ പറഞ്ഞു. അടുത്ത പ്രാവശ്യം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത്രയും കാത്തിരുന്നത്. ഇതുവരെ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നിനും പോവാതെ കിട്ടും എന്ന് വെച്ചിട്ട് തറയിട്ട് ഞങ്ങൾ 3 വർഷം കഴിഞ്ഞ് കാത്തിരിക്കുന്നു. എന്നിട്ടും ഇപ്പോൾ ഇതിൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും കഴിഞ്ഞിങ്ങനെ പോവായിരുന്നു. എങ്ങനെയെങ്കിലും കിട്ടുമല്ലോ, അടുത്ത പ്രാവശ്യം ഇങ്ങനെ കിട്ടുക. അതിൻ്റെ ഇടയിലാണ് ഞങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ട്, ഒരു ഷോർട്ട് സർക്യൂട്ട് മൂലം ഞങ്ങളെല്ലാം നഷ്ടപ്പെട്ട് പോയത്. അന്ന് എന്ത് ചെയ്യണമെന്നോ ഏത് ചെയ്യണമെന്നോ അറിയാതെ വന്ന എല്ലാവരും പറഞ്ഞു എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ വാർഡ് മെമ്പറായ അൻവർ സാദിഖാണ് അതിന് ഒന്നും വിഷമിക്കേണ്ട, പേടിക്കേണ്ട, എല്ലാ കാര്യവും ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു വീട് ശരിയാക്കി തരികയാണ്. താൽക്കാലികമായി താമസിക്കാൻ അത് എത്ര ആയാലും ഞങ്ങൾക്ക് ഒരു വീടാവുന്നത് വരെ അതിൽ താമസിക്കാനുള്ള എല്ലാ സൗകര്യത്തോടും കൂടി ഉണ്ടാക്കി തരികയാണ്. ഞങ്ങൾക്ക് അതിൽ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ നഗരസഭയിലെ 5ാം വാർഡിൽ ഉൾപ്പെട്ട കുളപ്പുള്ളി മേൽമുറി കോളനിയിലെ പാത ശുചീകരിച്ചു. BJP മേൽമുറി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് റോഡ് വൃത്തിയാക്കിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ കുത്തനെയുള്ള ഈ പാതയിൽ വരിവെള്ളമൊഴുകി പൂപ്പൽ പിടിച്ചിരുന്നു. ഇവിടെ യാത്രക്കാർ വഴുക്കി വീഴുന്നത് പതിവായ സാഹചര്യത്തിലാണ് BJP മേൽമുറി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രഷർ വാഷർ പമ്പ് ഉപയോഗിച്ച് വഴുക്കൽ നിറഞ്ഞ റോഡ് ശുചീകരിച്ചത്. ഇതോടെ കാൽനടയാത്രയ്ക്കൊപ്പം ഗതാഗത ക്ലേശത്തിനും പരിഹാരമായി. മുൻ വാർഡ് കൗൺസിലറും BJP മണ്ഡലം സെക്രട്ടറിയുമായ MK വിപിൻനാഥ് ശുചീകരണ പ്രവർത്തികൾ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് വിനോദ്, ജനറൽ സെക്രട്ടറി നിഷ സുദേവൻ, ബൂത്ത് പ്രസിഡന്റ് KK മനോജ്, മെബിൻ മോഹൻ, സുദർശൻ, അനുശാഖ്, C ശരത്, സജിനി മണികണ്ഠൻ, പ്രദീപ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. DYFI നേതാവ് ഷിജുഖാൻ പങ്കെടുക്കുന്നതിലെ പ്രതിഷേധത്തെ തുടർന്ന് തൃശൂരിൽ നടക്കുന്ന അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിലെ സെഷൻ തന്നെ റദ്ദാക്കി. പ്രതിഷേധമുയർന്നത് ശിശുക്ഷേമ സമിതിയുടെ ചുമതലയിലിരിക്കെ അനുപമ വിഷയത്തിൽ ഷിജുഖാൻ സ്വീകരിച്ച നിലപാടുകൾക്കെതിരെ. ഷിജുഖാൻ പങ്കെടുക്കുന്ന സെഷൻ റദ്ദാക്കിയെങ്കിലും സാഹിത്യോത്സവത്തിന് DYFI നേതാവ് എത്തിയേക്കുമെന്ന് അടുത്ത വൃത്തങ്ങൾ. വാടാനംകുറിശി ROB നിർമ്മാണം 2ാമത്തെ സർവീസ് റോഡും ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. പ്രദേശത്തെ യാത്രാക്ലേശത്തിന് താൽക്കാലിക പരിഹാരം. ഭാരം കൂടിയ വാഹനങ്ങൾ സർവീസ് റോഡിലൂടെ കടത്തിവിടരുതെന്നും ഇത്തരം വാഹനങ്ങൾ തടയുമെന്നും നാട്ടുകാർ. RSS അജണ്ടകൾക്കെതിരായ പ്രതിരോധ പാഠമാകണം അടിയന്തരാവസ്ഥ ഓർമ്മകളെന്ന് കോഴിക്കോട് കേളുയേട്ടൻ പഠന കേന്ദ്രം ഡയറക്ടർ KT കുഞ്ഞിക്കണ്ണൻ. ഒറ്റപ്പാലത്ത് പൂക്കാസ സെമിനാർ അടിയന്തരാവസ്ഥ ഓർമ്മയും പ്രതിരോധവും എന്ന വിഷയത്തിൽ.
വടക്കാഞ്ചേരിയിൽ വൈദ്യുതി പോസ്റ്റ് മാറ്റുന്നതിനിടെ ഷോക്കേറ്റ KSEB കരാർ തൊഴിലാളിയുടെ നില ഗുരുതരം. പാലക്കാട് സ്വദേശിയായ തൊഴിലാളിയെ ഓട്ടുപാറ ആശുപത്രിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കോട്ടായി കരിയങ്കോട് കർഷകൻ കൃഷിയിടത്തിൽ മരിച്ച നിലയിൽ. വൈദ്യുതി മേഖലയിൽ അപകടങ്ങളും മരണങ്ങളും പെരുകുന്നതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് ഓൾ കേരള ലൈസൻസ്ഡ് വയർമെൻ സൂപ്പർവൈസേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വാർഷിക പൊതുയോഗം ചേർന്നത് ഒറ്റപ്പാലത്ത്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.